ഹലോ ചങ്കുകളെ, sabikgcc എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമ്പലയും കണ്ടുണ്ടാവും, സ്റ്റാൻഡ് മിക്സർ, ഹാൻഡ് മിക്സർ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറിയൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം പലർക്കും അറിയുണ്ടാവും. അതായത് കേക്കൊക്കെ ഉണ്ടാക്കാനാണ് മിക്ക ആളുകളും ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഹാൻഡ് മിക്സർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കറിയാം, കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഹാൻഡ് മെയ്ഡ് കേക്കുകളൊക്കെ വാങ്ങിക്കാനാണ്. കൂടുതലായിട്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേ ക്വാളിറ്റി, അതായത് അതേ ക്വാണ്ടിറ്റി ടേസ്റ്റിലും പിന്നെ ഷോപ്പിനെ അപേക്ഷിച്ച് ഒരുപാട് വിലക്കുറവിലും കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കോവിഡിന്റെ ടൈമുകളിലൊക്കെ നന്നായിട്ട് ബിസിനസ് ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ഹാൻഡ് മെയ്ഡ് കേക്കുകൾ. ഒരുപാട് ആളുകൾക്ക് നല്ല ബിസിനസ് ഉണ്ടാവുകയും കച്ചവടം നല്ല പൊടിപൂരമായിട്ട് കച്ചവടമൊക്കെ കിട്ടുകയും ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ് ഹാൻഡ് മെയ്ഡ് കേക്കുകൾ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയമം വന്നല്ലോ, അതായത് സർക്കാർ ചെറിയ നിയമം ഇറക്കി, അതായത് ഷോപ്പുകാർ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് ബിസിനസ് വളരെ കുറവായി അവർക്ക്. അപ്പോൾ അങ്ങനെ കേക്കുകൾ വാങ്ങി വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിയമം ഇറക്കും, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ആർക്കും വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ വിഷയം എന്താ വെച്ചെങ്കിൽ, ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ മറ്റേ ഹാൻഡ് മിക്സർ ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സർ ആണെങ്കിലും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ചങ്കുകളെ, ഈ സ്റ്റാൻഡ് മിക്സർ ആകുമ്പോൾ നമുക്കറിയാം, എന്താ വെച്ചാൽ ബൗളെല്ലാം വിത്ത് ബൗളടക്കം വരുന്നതാണ് സ്റ്റാൻഡ് മിക്സർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹാൻഡ് മിക്സർ ആകുമ്പോൾ പിന്നെ നമുക്ക് ബൗൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ബൗളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതിനനുസരിച്ച് പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല, സാധാരണ ഹാൻഡ് മിക്സർ വാങ്ങിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചായിട്ട് നോക്കേണ്ട കാര്യം, പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാര്യമായിട്ടുള്ള, അതായത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഷോപ്പുകാരൊക്കെ എപ്പോഴും കുറച്ച് ബ്രാൻഡ്, അറിയുന്ന ബ്രാൻഡ്, അറിയാവുന്ന ബ്രാൻഡ് വാങ്ങിക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അങ്ങനെയുള്ള ഹെവി അല്ല വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ, വല്ലപ്പോഴുള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കമ്പനികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ, ഷോപ്പുകാരൊക്കെ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡ് നോക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് വാട്ട്സ് കൂടി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, പിന്നെ നമ്മൾ ഏത് ഇത് വാങ്ങിച്ചാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഇത് വർക്ക് ചെയ്യിക്കാതിരിക്കുക. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഇത് ഓണാക്കി ഇടുമ്പോൾ അത് ഇതല്ല, ഒരു 1-2 സെക്കൻഡ് ഓഫ് ചെയ്തിട്ട് എപ്പോഴും ഇത് ഇട്ടിട്ട് പിന്നീട് ഇങ്ങനെ വർക്ക് ചെയ്യിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് ഒന്നുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇതിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹുക്ക് പലപ്പോഴും വലിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഞാനത് വീഡിയോയിൽ കാണിക്കാം. ഈ ഹുക്ക് ഒരു കാരണവശാലും ഈ ഹുക്ക് ഇങ്ങനെ വലിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് ഓവലായിട്ട് പിന്നെ അത് ലോക്കാവില്ല, കണ്ടോ, ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. പിന്നെ ആ ഹുക്കയിൽ ലോക്കാവില്ല. അത് ഇട്ടതിൻ്റെ ശേഷം കാണിച്ചു തരാം. അതായത് ഇത് 0-ൽ ഇടുക, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് 0-ൽ ഇട്ടതിന് ശേഷം ഇപ്പം 3 ബട്ടണായി കാണിക്കുന്നത്. താഴെ കാണിക്കുന്നത് ടർബോ, മുകളിൽ കണ്ടില്ലേ 0-ൽ ഇട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് റിമൂവ് ആയി, കണ്ടോ. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കുക. അത് ഒരുവിധം ബ്രാൻഡുകളിലൊക്കെ അങ്ങനെ തന്നെ വരുന്നത്, നിക്കായിൽ അങ്ങനെ തന്നെ വരുന്നത്. മുകളിൽ കാണുന്നത് ക്ലിപ്പ് റിമൂവ് ചെയ്യാൻ വരുന്ന സ്വിച്ചാണത്. പിന്നെ അതിൻ്റെ താഴെ സ്പീഡ്, അതിൻ്റെ താഴെ വരുന്നത് ടർബോ, അതായത് അഡീഷണൽ നമുക്ക് പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഫിലിപ്സിൽ വരുന്നത് അങ്ങനെയാണ്, അതുപോലെ പാനസോണിക്കിൻ്റെ അതേ സിസ്റ്റമാണ്. പക്ഷേ എല്ലാതും അങ്ങനെയല്ല. മോളിനെക്സിലൊന്നും അങ്ങനെയല്ല വരുന്നത്. മോളിനെക്സിൽ എന്ന് പറഞ്ഞാൽ പവർ ബൂസ്റ്ററിൻ്റെ ബട്ടൺ വരുന്നില്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ്, കണ്ടോ. സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ മുകളിൽ തന്നെയാണ്, ജസ്റ്റ് പ്രസ് ചെയ്യണ്ടേ. അത് വീഡിയോയിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഈ മോളിനെക്സിന് വരുന്നില്ല, അങ്ങനെ 1-2 അയക്കേണ്ട 1-2 മോഡലിൽ വരുന്നില്ല. അതായത് ബൂസ്റ്റ് ബട്ടണും വരുന്നില്ല, ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യുന്ന അഡീഷണൽ ബട്ടണും വരുന്നില്ല. നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന അതേ ബട്ടൺ തന്നെ, ജസ്റ്റ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ തന്നെ ഏറ്റവും 0-ൽ ഇട്ടതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് റിമൂവ് ആയി, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എല്ലാവരും എന്താ വെച്ചാൽ പലർക്കും അറിയാത്തൊരു കാര്യങ്ങൾ, അതൊക്കെ ഒരു അറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ചില സാധനങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടെ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ലെങ്ത് ആവണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾ ഒരുപാട് വർഷം നിൽക്കും നമുക്ക്. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി, പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലും കാര്യങ്ങളൊക്കെ.
അപ്പോൾ എന്തായാലും പുതിയ പുതിയ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.